വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന എല്ലാ വാർത്തകളും ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. അക്രമത്തിനും ലഹരിക്കുമെതിരായ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് തുടക്കം. SKNet 40. മാധ്യമമേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര SKN 40 ഇന്ന് അനന്തപുരിയിൽ വൈകിട്ട് തുടങ്ങുകയാണ്. കവടിയാറിൽ നിന്നും വമ്പിച്ച റാലിയോടെയാകും യാത്ര തുടങ്ങുക. വൈകിട്ട് 6 മണിക്ക് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അടക്കം നിരവധി പേർ പങ്കെടുക്കും. ഉച്ചതിരിഞ്ഞ് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയനുമായി R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന അഭിമുഖം തത്സമയം 24-ൽ സംപ്രേഷണം ചെയ്യും. വിവരങ്ങളുമായി ടാഗോർ തിയേറ്ററിൽ നിന്ന് S. വിജയകുമാറും വേദിക്ക് പുറത്ത് നിന്ന് വേദിക്കകത്ത് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം വിജയകുമാറിലേക്കാണ്. വിജയകുമാർ, വലിയൊരു ദൗത്യവുമായി, വലിയൊരു മുദ്രാവാക്യവുമായി നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. അരുത് ലഹരി, അരുത് അക്രമം എന്നുള്ളത് ഈ പശ്ചാത്തലത്തിൽ വലിയ പ്രസക്തിയുള്ള, സാമൂഹിക പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യവുമാണ്. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് യാത്ര തുടങ്ങാൻ പോകുന്നു. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഈ യാത്രയ്ക്കുടനീളം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു വിജയകുമാർ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായ വിഷയം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അരുത് അക്രമം, അരുത് ലഹരി. ഈ വിഷയം ഉയർത്തി SKN കേരളത്തിൽ ഉടനീളം എന്ന് വെച്ചാൽ 14 ജില്ലകളിലും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുകയാണ്. കേവലം ഒരു ബോധവൽക്കരണം എന്നതിനപ്പുറത്തേക്ക് ലഹരിക്കെതിരായ ഒരു വലിയ ജനകീയ കൂട്ടായ്മ വികസിപ്പിച്ചെടുക്കുക. ആ ജനകീയ കൂട്ടായ്മ ഈ കാലത്ത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് SKN അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിൻ്റെ 40 വർഷം എന്ന ആ പ്രധാനപ്പെട്ട കാലഘട്ടം പിന്നിടുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അത് നമ്മൾ ഈ സമയത്ത് യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ അരുത് അക്രമം, അരുത് ലഹരി എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ മറ്റൊരു വിഷയമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അത്രത്തോളം അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ലഹരി കേരളത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ വാർത്തകളാണ്, അതിൻ്റെ വിവരങ്ങളാണ്, അതിൻ്റെ സംഘർഷാത്മകമായ വിവരണങ്ങളാണ് റിജിത്ത് ഓരോ ദിവസവും നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് പോകേണ്ടുന്ന മറ്റൊരു വിഷയമില്ല എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് നമ്മൾ ഈ യാത്ര SKNന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങുന്നത്. 14 ജില്ലകളിലേക്കും നമ്മൾ ഈ യാത്രയുമായി പോവുകയാണ്. ഈ പറയുന്ന യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഇത് ടാഗോർ തിയേറ്ററിൽ നിന്ന്, ഞാൻ നിൽക്കുന്ന ടാഗോർ തിയേറ്ററിൽ നിന്ന് ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ലഹരിയുടെ പിടിയിൽ അമരുകയും അതിന് ഇരയാക്കപ്പെടുകയും ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ ആ നിലയിൽ അമ്മമാരുടെ ഒരു കൂട്ടായ്മ, ഏതാണ്ട് 100-ലധികം അമ്മമാർ പങ്കെടുക്കുന്ന അവരാണ് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അവരുടെ അനുഗ്രഹത്തോടെയാണ് ആ യാത്ര കേരളത്തിലുടനീളം സഞ്ചരിക്കാൻ പോകുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ടാഗോർ തിയേറ്ററിലെ ഈ വേദിയിലാണ് ആ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിനൊപ്പം ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംഗീത പരിപാടിയും ഒക്കെയുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുകയാണ്. അതിന് മുന്നോടിയായി ഒരു റാലി നടക്കാൻ പോകുന്നുണ്ട്. 5 മണിക്ക് അതിനെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനോടകം തന്നെ റിജിത്ത്, നമ്മൾ ഈ വിഷയവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇതിൻ്റെ പ്രചാരണവുമായി ഇറങ്ങിയ ഘട്ടം മുതൽ തന്നെ വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിന്തുണ എന്നത് വലിയ ഊർജ്ജം തന്നെയാണ്. SKN അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൻ്റെ 40 വർഷം പിന്നിടുകയാണ്. ഈ 40 ആണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം നമ്മളോട് പറയാൻ പോകുന്ന, അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ അമ്മമാരോട്, കേരളത്തിലെ സഹോദരന്മാർ, അതുപോലെ സാംസ്കാരിക കേരളത്തോടൊക്കെ പറയാൻ പോകുന്നത് ഈ ലഹരിക്കെതിരായ വലിയ ബോധവൽക്കരണത്തിൻ്റെ വലിയ ജനകീയ കൂട്ടായ്മ ഉയർന്നു വരേണ്ടതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം തന്നെയാണ്, ആ സാഹചര്യം തന്നെയാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഈ യാത്രയോടുകൂടി ആ നിലയിൽ വലിയ ജനകീയ ഒരു പ്രതിരോധം ലഹരിക്കെതിരെ, അക്രമത്തിനെതിരെ ഉയർന്നു വരേണ്ടതുണ്ട്. ആ നിലയിൽ ഉയർന്നു വരാൻ പറ്റുന്ന തരത്തിലുള്ള ബോധവൽക്കരണം തന്നെയാണ് ഈ യാത്രയിൽ ഉടനീളം ഉണ്ടാകുന്നത്. ഈ യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ പോകും, സാംസ്കാരിക ഇടങ്ങളിലൂടെ പോകും, ജനങ്ങളുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ പോകും. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ട് വലിയൊരു മുന്നേറ്റത്തിന് നമ്മൾ പോവുകയാണ്. ഇത്
ഇപ്പോൾ ഒരു പക്ഷേ സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള അല്ലെങ്കിൽ സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനൊപ്പം അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊപ്പം നമ്മളുടെ ദൗത്യവും കൂടി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ആ യാത്ര ഇന്ന് തുടങ്ങുന്നു. റീജിത്ത് നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ ഇന്ന് 3:30 SKN മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹവുമായി അഭിമുഖ സംഭാഷണമുണ്ട്. അത് ഈ വിഷയത്തിൽ ഊന്നി തന്നെയായിരിക്കും നമ്മൾ ആ അഭിമുഖത്തിലും എന്താണ് സർക്കാർ ഇതിൽ ചെയ്യാൻ പോകുന്നത്, അതിന് എന്തൊക്കെ പങ്ക് മാധ്യമങ്ങൾക്ക് വഹിക്കാൻ കഴിയും, പൊതുസമൂഹത്തിന് അതിലെങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയും, അതൊക്കെ തന്നെ അതിൽ ചർച്ചയാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ യാത്ര ആലോചിച്ച് അതിൻ്റെ പ്രചാരണ പരിപാടികളുമൊക്കെ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ എൻ്റെ കേരളം എൻ്റെ അഭിമാനമാണെന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് ഉതകുന്ന തരത്തിൽ എന്തൊക്കെ ജനകീയ ഇടപെടൽ നടത്താൻ കഴിയുമോ അതിന് ഒരു മാധ്യമം എന്ന നിലയിൽ, മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളുടെ വലിയ പിന്തുണയുണ്ടാകും, നമ്മളുടെ സജീവമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പൊതുസമൂഹത്തോട്, കേരളത്തോട് പറയുകയാണ് ഈ യാത്രയിലൂടെ SKN ചെയ്യുന്നത്. നമ്മൾ എല്ലാ ജില്ലകളിലും പോവും, എല്ലാ കേന്ദ്രങ്ങളിലും എത്തും, മുഴുവൻ ജനങ്ങളിലേക്ക് നമ്മൾ 24-നെ സംബന്ധിച്ച് 24 നാടിന്റെ ന്യൂസ് ഡെസ്ക് ആണ്. അത് വീണ്ടും നാടിന്റെ ന്യൂസ് ഡെസ്ക് ആണ് എന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ, തെളിയിക്കാൻ പോവുകയാണ് ഈ യാത്രയിലൂടെ. അപ്പോൾ ആ യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ടാഗോർ ഹാളിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ 100 അമ്മമാർ ആ യാത്രയ്ക്ക് തുടക്കം കുറിക്കും. അതിൽ പലരും ഈ ലഹരിയുടെ ഈ അക്രമത്തിനൊക്കെ ഇരയാക്കപ്പെട്ട, മക്കളെ നഷ്ടപ്പെട്ട വലിയ വേദനയോടെ ഉള്ളവരാണ്. അവരൊക്കെ ഇതിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ആ വലിയ സദസ്സിനെ സാക്ഷിയാക്കി നമ്മൾ ആ യാത്ര തുടങ്ങുകയാണ്. SKN യാത്ര തുടങ്ങുകയാണ്. അതിൻ്റെ ചടങ്ങുകൾ 3:30 മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം, അതിനുശേഷം അത് പോകും, നീണ്ടു പോകും. 6 മണിക്ക് ഔപചാരികമായി തുടക്കം കുറിക്കും. പിന്നീട് സംഗീത പരിപാടിയുണ്ട്. മുഴുവൻ ഈ ബോധവൽക്കരണം, ജനകീയ കൂട്ടായ്മ, ജനകീയ പ്രതിരോധം ഈ വിഷയത്തിൽ രൂപപ്പെടുത്തുക എന്ന ഒരൊറ്റ അജണ്ടയിലേക്ക് നമ്മൾ ടാഗോർ തിയേറ്ററിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. യാത്ര ഔദ്യോഗികമായി 6 മണിക്കാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹാഷ്മി, നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ പ്രസക്തമായൊരു മുദ്രാവാക്യവുമായി, വളരെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ആ യാത്രയ്ക്ക് തുടക്കമിടുകയാണ്. 100 അമ്മമാരുടെ സാന്നിധ്യം എന്നുള്ളത് ആ ഉദ്ഘാടന വേദിയിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. അത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുമൊക്കെ, പ്രേക്ഷകരുമൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, പരിപാടിയുടെ ക്രമീകരണം? ഹാഷ്മി. ഞാൻ നിൽക്കുന്നത് സാക്ഷാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രതിമയ്ക്ക് മുന്നിലാണ്. നിർഭയത്വത്തോടെ, പേടികൾ മാറ്റിവെച്ച് നിർഭയത്വത്തോടെ തലയുയർത്തി നിൽക്കൂ രാജ്യമേ എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്ത രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആ പ്രതിമയ്ക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്. നമുക്കറിയാം, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലം ഒരു വല്ലാത്ത ആസുരമായ, മാരകമായ കാലമാണ്. അത് 2025 ജനുവരി 1 തീയതി മുതലുള്ള മാത്രം കണക്കെടുത്താൽ, അതിന് മുമ്പുള്ള കണക്ക് എല്ലാം വിട്ടിട്ട് ഈ പുതിയ വർഷം 1 തീയതി മുതലുള്ള മാത്രം കണക്കെടുത്താൽ തന്നെ 100 കേസുകൾ ഈ കഴിഞ്ഞ 1-2 ആഴ്ചകൾ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത MDMA-യുടെയും ഈ പറയുന്ന ലഹരിയുടെയും കഞ്ചാവിൻ്റെയും അത്യാധുനിക രാസലഹരികളുടെ പിടുത്തത്തിൻ്റെയും ഒക്കെ ആ വലിയ അളവ്, ഇതൊക്കെ നമ്മൾ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ ഒരു വല്ലാത്ത സൂചകമായി കാണാം. ഏറ്റവും ഒടുവിൽ കളമശ്ശേരിയിൽ നഗരമധ്യത്തിൽ ഒരു കോളേജിൻ്റെ ക്യാമ്പസുകളിൽ 2 കിലോ കഞ്ചാവ് വിൽക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചു. അതൊരു വിപണന കേന്ദ്രമായി എന്നൊക്കെ പറയുന്നത് ഈ കാലത്തിൻ്റെ വല്ലാത്ത കണ്ണാടിയാണ്. അതിനോടൊരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നിസ്സംഗമായി ഇരിക്കാൻ കഴിയില്ല. നമുക്ക് പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിന് 40 വർഷം പൂർത്തിയാവുക എന്നുള്ളത് ഉറപ്പായും അത് ആഘോഷിക്കപ്പെടേണ്ട ഒരു ഇവൻ്റാണ്. പക്ഷേ നമ്മൾ SKN@40, SKN-ൻ്റെ മാധ്യമ ജീവിതത്തിന്, ബ്രോഡ്കാസ്റ്റിംഗ് ജീവിതത്തിന് 40 വർഷങ്ങൾ നമ്മൾ ആഘോഷത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, നമ്മൾ ആഘോഷമല്ലാതെ സാമൂഹ്യ പ്രസക്തിയുള്ളൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ നടക്കാൻ പോകുന്നു. നമ്മൾ വെറുതെ നടക്കലല്ല, അത് വളരെ ക്രിയാത്മകമായ ചില ചർച്ചകൾക്ക് കൂടി നമ്മൾ തുടക്കമിടാൻ പോകുന്നു. നമുക്ക് ഉറപ്പായും അറിയാം, ഇത് ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ, നമ്മളെപ്പോഴും ചിലപ്പോൾ ചർച്ചകളിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താറുണ്ട്. ഉറപ്പായും കുറ്റപ്പെടുത്തുക തന്നെ വേണം. പക്ഷേ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയ ഒരു കാര്യമില്ല. ഇത് സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഇത് സമൂഹം, ഓരോ വീട്, അവിടുത്തെ സംഘടനകൾ, അവിടുത്തെ മത നേതൃത്വങ്ങൾ, അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികൾ, മഹല്ല് കമ്മിറ്റികൾ, പള്ളി കമ്മിറ്റികൾ തുടങ്ങി ഈ സമൂഹത്തിൽ ആരൊക്കെ ഇടപെടുന്നു ആ സമൂഹത്തിൽ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി അണിചേർന്നുകൊണ്ട് ഒരു വലിയ മാമല പോലെ ഒരു വൻമതിൽ തീർത്താൽ മാത്രമേ നമുക്ക് അതിർത്തി കടന്നുള്ള ഇങ്ങോട്ടേക്കുള്ള വലിയ ഒഴുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തടയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ
നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. റീത്ത്, നമ്മൾക്ക് ഇത് ഹൈ ടൈമാണ്. ഇത് നമുക്കിനി ഇനിയും കാത്തിരിക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള നമ്മൾ മുന്നോട്ട് വെക്കുന്ന രണ്ട് മുദ്രാവാക്യങ്ങളാണ്. ഒന്ന്, എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്നുള്ളതാണ്. കേരളം എന്ന് തന്നെയാണ് അഭിമാനം. ഈ കേരളത്തിൻ്റെ ഒരു പൈതൃകമുണ്ട്, ഈ കേരളത്തിൻ്റെ ഒരു പ്രബുദ്ധതയുണ്ട്, ഈ കേരളത്തിൻ്റെ ഒരു ഭാവിയുണ്ട്. ആ ഭാവി ഏതെങ്കിലും തരത്തിൽ ലഹരി മാഫിയ വിചാരിച്ചാൽ തുലച്ചു കളയാൻ കഴിയുന്നതല്ല എന്ന പ്രഖ്യാപനമാണ് ഒന്നാമത്തെ മുദ്രാവാക്യം, എൻ്റെ കേരളം എൻ്റെ അഭിമാനം. രണ്ട്, അരുത് അക്രമം അരുത് ലഹരി എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ഈ പറഞ്ഞ ലഹരിയും ലഹരിയോടനുബന്ധമായ അതിക്രമങ്ങളും ഇനി ലഹരി ബന്ധമില്ലാത്ത അതിക്രമങ്ങളും കുട്ടികൾ അഗ്രസീവ് ആവുന്നതൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളോട് നമ്മൾ കാണുന്നു. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് തുടങ്ങാൻ പോകുന്ന നമ്മൾ ടാഗോർ തിയേറ്ററിൽ നിൽക്കുകയാണ്. ഇന്ന് നേരത്തെ എസ് ബിജുമാർ പറഞ്ഞ പോലെ 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമുഖത്തിലുള്ളത് കേവലം ഒരു മാധ്യമ മേധാവി മുഖ്യമന്ത്രിയോട് നടത്തുന്ന ഒരു സംവാദം എന്ന നിലയ്ക്ക് മാത്രം അതിനെ കാണേണ്ടതില്ല. അത് ചില നിർണായകമായ ക്രിയാത്മകമായ സർക്കാരിൻ്റെ ചർച്ചകൾ, സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എന്ത് എന്ന് മുഖ്യമന്ത്രി കേരളത്തോട് മനസ്സുറക്കാൻ പോവുകയാണ്. മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ 24 എന്നുള്ള നിലയ്ക്കല്ല, മാധ്യമ മേഖലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം SK മുഖ്യമന്ത്രിയോടുകൂടി അങ്ങോട്ട് പറയാൻ പോകുന്നു. അങ്ങനെ കേവലം ഒരു സംവാദം, ഒരു ഇൻ്റർവ്യൂ എന്നതിനപ്പുറം കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കാനുള്ള ഏറ്റവും നിർണായകമായ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വേണം മുഖ്യമന്ത്രിയുമായി അത് കാണാൻ. അതിനുശേഷം SKൻ്റെ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകുന്നു. നാളെയാണ് ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നത്. നാളെ മോർണിംഗ് ഷോ മുതൽ ആ യാത്ര പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുക്കുന്ന യാത്ര നാളെ തുടങ്ങാൻ പോകുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രമുഖരെ കാണാൻ പോകുന്നു. നമുക്ക് എന്താണ് ഇതിനെതിരെ ചെയ്യാൻ കഴിയുക എന്നുള്ള വളരെ സീരിയസ് ആയ ഗൗരവമായ ചർച്ചകൾ നടക്കാൻ പോകുന്നു. ഈ പറഞ്ഞ SK40 എന്നുള്ള കേരളം ഒന്നാകെ 14 ജില്ലകൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കൃത്യമായും ഇതിനെ വാചകങ്ങൾക്കപ്പുറം വാക്കുകൾക്കപ്പുറം ഈ ലഹരി മാഫിയ ചെറുക്കാൻ കേരളത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ നമുക്ക് തയ്യാറാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതാ ഇവിടെ ഞാൻ ടാഗോർ തിയേറ്ററിലാണ്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്നു. ഇതാണ് വേദി. ഈ വേദിയിൽ സിതാര കൃഷ്ണകുമാറിൻ്റെ മലബാർ എക്സ്പ്രസ് ബ്രാൻഡിൻ്റെ ഒരു ഗാനസന്ധ്യ നടക്കാൻ പോകുന്നു. അത് മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക അല്ലെങ്കിൽ സാഹിത്യ മേഖലയിലെ ഒട്ടുമിക്ക എല്ലാ പ്രമുഖരും ഇവിടെ അണിനിരക്കാൻ പോകുന്നു. അവർക്ക് ഈ കേരളത്തോട് ഈ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നു. എന്തായാലും ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നു റിജിത്ത്. ആ ദൗത്യം എന്താണ്? ആ ദൗത്യം നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കാൻ, നമ്മുടെ തലമുറയെ കാക്കാൻ, ഈ ലഹരി മാഫിയക്കെതിരെ ഒറ്റയൊന്നായി അണിനിരക്കാൻ നമ്മളൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ പോകുന്നു. ആ മാനിഫെസ്റ്റോ SK40 എന്ന ഈ യാത്ര നാന്ദിയാവാൻ പോകുന്നു എന്ന കാര്യം ഉറപ്പാണ്. അതിൻ്റെ ജനപിന്തുണയും മസ്റ്റായും ഉറപ്പാണ് റിജിത്ത്. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിമും എസ് വിജയകുമാറും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിന്ന്. വൈകിട്ട് 6 മണിക്ക് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് അത് ശ്രദ്ധേയമാണ്. മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും 100 അമ്മമാരുമൊക്കെ ആ പരിപാടിയുടെ ഭാഗമാകാൻ പോകുന്നു. പ്രേക്ഷകർ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഉച്ചതിരിഞ്ഞ് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ശ്രീകണ്ഠൻ നായർ നടത്തുന്ന അഭിമുഖം അത് തത്സമയം നിങ്ങൾക്ക് 24-ൽ കാണുകയും ചെയ്യാം. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ മുഖ്യപ്രതി പിടിയിൽ. കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിയും കൊല്ലം സ്വദേശിയുമായ അനുരാജാണ് പിടിയിലായത്. കഞ്ചാവ് ഹോസ്റ്റലിലെത്തിക്കാൻ പണപ്പിരിവ് നടത്തിയത് അനുരാജാണ് എന്നാണ് കണ്ടെത്തൽ. ഹോളി ആഘോഷത്തിന് കഞ്ചാവ് എത്തിക്കാനുള്ള ഏകോപനം നടത്തിയത് അനുരാജാണ്. ഇന്ന് രാവിലെയാണ് കളമശ്ശേരിയിൽ നിന്ന് അനുരാജിനെ പോലീസ് പിടികൂടിയത്. കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിച്ചത് അനുരാജിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ആഷിക്കും ഷാലിക്കും നൽകിയ മൊഴിയാണ് നിർണായകമായത്. അനുരാജിന് പണം നൽകിയവരെയും കസ്റ്റഡിയിലെടുക്കും. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയ ഇതര സംസ്ഥാനക്കാരൻ സുഹൈലിനായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 16,000 രൂപയാണ് ഷാലിക് ഇതര സംസ്ഥാനക്കാരനായ സുഹൈലിന് ഗൂഗിൾ പേ ചെയ്തത്. ബാക്കി തുക നേരിട്ട് കൈമാറി. കേസിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പിടിയിലാകുമെന്നാണ് വിവരം. 24 കൊച്ചി. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ മിനി കഞ്ചാവ് വിപണന കേന്ദ്രമെന്ന് പോലീസ്. കോളേജിനകത്ത് മാത്രമല്ല, കളമശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിക്കുന്നത് ഈ ഹോസ്റ്റലിൽ നിന്നാണ്. പിടിയിലായ ആഷിഖാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് എന്നാണ് വിവരം. സാധാരണഗതിയിൽ സൗഹൃദങ്ങളുടെ അടയാളമായാണ് കോളേജ് ഹോസ്റ്റലുകൾ അറിയപ്പെടുന്നത്. എന്നാൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ സൗഹൃദങ്ങൾക്കപ്പുറം ഒരു ഡ്രഗ് ഗ്യാരേജായി മാറിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2 കിലോ കഞ്ചാവും തൂക്കി നൽകാനുള്ള ത്രാസുമാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. കോളേജിൽ മാത്രം ചുരുങ്ങുന്ന വിപണനമല്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. പരിശോധന ഉണ്ടാകില്ലെന്ന ധൈര്യത്തിൽ കഞ്ചാവ് ഹോസ്റ്റൽ മുറികളിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് പുറത്തേക്ക് വിപണനം നടത്തുന്നതാണ് രീതി. ഇത്തവണ ഹോസ്റ്റലിലേക്ക് എത്തിയത് 4 കഞ്ചാവ് പൊതികൾ. 2 എണ്ണം മാത്രമാണ് പിടികൂടാനായത്. എറണാകുളത്തെ കോളേജ് ഹോസ്റ്റലുകളും സ്വകാര്യ ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തൽ. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.
കൊച്ചിയിൽ ലഹരിവേട്ട തുടർന്ന് പോലീസ് ഇന്നലെ രാത്രി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 30 പേരാണ് പിടിയിലായത്. 25 ഗ്രാം MDMAയും കണ്ടെത്തി. നഗരത്തിന്റെ വിവിധ മേഖലകളിലാണ് പോലീസ് ഇന്നലെ പരിശോധന നടത്തിയത്. തോപ്പുംപടിയിൽ നിന്നും എറണാകുളം SRM റോഡിൽ നിന്നും 2 പേരെ MDMAയുമായി പിടികൂടി. ഇന്നലത്തെ പ്രത്യേക പരിശോധനയിൽ മാത്രം 30 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. കുസാറ്റ് ക്യാമ്പസിന് പുറത്തുള്ള സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലും പരിശോധന ഉണ്ടായിരുന്നു. 2 ഗ്രാം കഞ്ചാവുമായി ഒരു കോളേജ് വിദ്യാർത്ഥിയെ പിടികൂടി. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. നഗരത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ, ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച വരും ദിവസങ്ങളിൽ പരിശോധന ഉണ്ടാകും. ഇത്തരം സ്ഥലങ്ങളിൽ വൻതോതിൽ ലഹരി എത്തിച്ച് ചെറു പാക്കറ്റുകളാക്കി മാറ്റി വിപണനത്തിലെത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. വിദ്യാർത്ഥികളാണ് ഇതിൽ പകുതിയിലധികവും. 24 കൊച്ചി. MDMAയ്ക്ക് പകരം കർപ്പൂരം നൽകി പറ്റിച്ചതിന്റെ പേരിൽ മലപ്പുറം ഒതുക്കുങ്ങലിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന ആരോപണം. നാട്ടുകാർ ഇടപെട്ടാണ് യുവാക്കളെ ശാന്തരാക്കിയത്. എന്നാൽ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒതുക്കുങ്ങലിൽ പെട്രോൾ പമ്പിന് സമീപമാണ് 3 യുവാക്കൾ ഏറ്റുമുട്ടിയത്. നാട്ടുകാർ ഇടപെട്ട് യുവാക്കളെ പിന്തിരിപ്പിച്ചു. ദിവസങ്ങൾക്ക് മുന്നേ ഒരു യുവാവ് മറ്റൊരാളിൽ നിന്നും MDMA വാങ്ങിയിരുന്നു. ഇത് കർപ്പൂരമായിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് സംഘർഷമുണ്ടായത് എന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം പറഞ്ഞു. ഈ പമ്പിൻ്റെ മുന്നിൽ വെച്ച് കുറേ 2-3 പേര് വന്നിട്ട് ഇവിടെ അടി കൂടുന്നത് ഇവിടുത്തെ നാട്ടുകാർ കണ്ട് അവർ ചോദ്യം ചെയ്യുകയും അവരവിടെ തടഞ്ഞു നിർത്തി എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ അവർ MDMA എന്ന് പറഞ്ഞ് കർപ്പൂരം കൊടുത്തു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാനിവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അങ്ങനെ പോലീസിനെ വിവരിച്ച് പോലീസ് വന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്തു. നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ പോലീസ് സംഭവസ്ഥലത്തെത്തി. യുവാക്കളെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. യുവാക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് വിട്ടയച്ചു. 24 തിരൂർ. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി പിടിയിൽ. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം പരിശോധനയ്ക്കായി പോകുന്നതിനിടയിലാണ് വിദ്യാർത്ഥിയെ പിടികൂടിയത്. എക്സൈസിനെ കണ്ടതോടെ കഞ്ചാവ് പൊതി വലിച്ചെറിഞ്ഞ് വിദ്യാർത്ഥി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടെ ബൈക്ക് പിടിച്ചു നിർത്താൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. വിദ്യാർത്ഥി വലിച്ചെറിഞ്ഞ 6 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥി 9ാം ക്ലാസ് മുതൽ കഞ്ചാവ് ഉപയോഗിച്ചു വരുന്നതായി എക്സൈസ് പറഞ്ഞു. പ്രശ്നക്കാരനായി ഈ വിദ്യാർത്ഥിയെ മറ്റൊരു സ്കൂളിൽ നിന്നും നേരത്തെ പുറത്താക്കിയതാണ്. ലഹരിക്കെതിരായ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസും എക്സൈസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലപ്രദമായ ഇടപെടലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത കാലത്തായി വലിയ തോതിൽ ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ഫലപ്രദമായ ഇടപെടലാണ് പോലീസ് സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസും പോലീസും വളരെ നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലഹരിക്കടത്തിൽ ഇത്രയും നാൾ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം മയക്കുമരുന്നിന്റെ താവളമായി മാറിയതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ പ്രതികളിൽ KSUക്കാർ ഉണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗവൺമെൻറ് ആര് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും കൊണ്ടുവന്നാലും വിതരണം ചെയ്താലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത്രയും കാലം ഈ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം ഈ മയക്കുമരുന്നിൻ്റെ ഒരു താവളമായി മാറിയത്. ഏത് പാർട്ടിയിൽപ്പെട്ടവരുമാകട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കാനോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം നടക്കുക. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ ലഹരി കേസുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം, ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന അക്രമങ്ങളുടെ വാർത്തകൾ, അതിൽ തന്നെ ഈ ലഹരിയുടെ സാന്നിധ്യം വളരെ നടുക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യം, പ്രായപൂർത്തിയാകാത്തവർ പോലും ഇതിൻ്റെ കാരിയർമാരായി മാറുന്ന നില, വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ ഇതിനെ കാണുന്നുണ്ടോ? യോഗം വിശദാംശങ്ങൾ ഷഫീ. രജിത്ത്, സംസ്ഥാനത്ത് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നടന്ന ലഹരിയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് ലഭിച്ചതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുള്ളത്. ഈ മാസം 24-ന്
യോഗം ചേരും. സംസ്ഥാനത്ത് നിലവിൽ നടത്തിവരുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളുടെ പ്രവർത്തനങ്ങൾ അത് യോഗത്തിൽ ചർച്ചയാകും. മാത്രവുമല്ല കൂടുതൽ പ്രവർത്തനങ്ങളും അതിന്റെ തുടർ പ്രവർത്തനങ്ങളും യോഗത്തിൽ തീരുമാനിക്കും. എക്സൈസിനും പോലീസിനും അടക്കം കൂടുതൽ ചുമതല നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ ലഹരി വ്യാപനം അതിർത്തിയിലടക്കം പരിശോധന കർശനമാക്കി തടയാനാണ് പോലീസ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും എക്സൈസ് വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിലുണ്ടാകും. സംസ്ഥാനം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടർന്ന് നടത്താൻ പോകുന്ന എൻഫോഴ്സ്മെന്റ് പ്രവർത്തികളും അതേപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ അത് ഈ യോഗത്തിൽ ചർച്ചയാകും. റിജിത്ത. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലഹരി വ്യാപനം തടയാൻ കൂടുതൽ നടപടികൾ ഏതു തരത്തിൽ വേണം എന്നതാണ് ഈ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകാൻ പോകുന്നത്. മുഖ്യമന്ത്രി വിളിച്ച യോഗം ഈ മാസം 24-നാണ് നടക്കുക. കർണാടകയിലെ മംഗലൂരുവിൽ വൻ ലഹരിവേട്ട. 75 കോടിയിലധികം വില വരുന്ന 38 കിലോ MDMA-യുമായി 2 നൈജീരിയൻ വനിതകളെ പോലീസ് പിടികൂടി. കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ MDMA വേട്ടയാണ് ഇത്. 6 മാസത്തിലേറെ നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ 2 പേരെ കർണാടക പോലീസ് വലയിലാക്കിയത്. നൈജീരിയ സ്വദേശികളാണ് അറസ്റ്റിലായ സ്ത്രീകൾ. ഒരാൾ 2020-ലും മറ്റേയാൾ 2016-ലും ബിസിനസ് വിസയിൽ ഇന്ത്യയിലെത്തിയവരാണ്. ഒരു വർഷത്തിനിടെ 37 തവണയാണ് ഇവർ ദില്ലിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വിമാനയാത്ര ചെയ്തിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗമാണ് രാസലഹരിയുമായി മംഗളൂരു അടക്കം വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയൊരു യാത്രക്കിടെയാണ് പ്രതികളെ ലഹരി മരുന്നുമായി പോലീസ് പിടികൂടുന്നത്. മുംബൈയിലേക്കും ഒരു വർഷത്തിനിടെ 22 തവണ ഇവർ യാത്ര ചെയ്തതായി കണ്ടെത്തി. 15 ഗ്രാം MDMA-യുമായി സെപ്റ്റംബറിൽ ഹൈദരാലി എന്നൊരാളെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാൾ മാഫിയ സംഘത്തിലെ ഒടുവിലെ കണ്ണിയായ ചെറുകിട വിതരണക്കാരനായിരുന്നു. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 6 കിലോ MDMA-യുമായി മറ്റൊരു ആഫ്രിക്കക്കാരനും പിടിയിലായി. ഇയാളിൽ നിന്നാണ് ലഹരി കടത്തുന്ന സ്ത്രീകളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. 24 മുംബൈ. ക്യാൻസറിനുള്ള വേദന സംഹാരി ഗുളികകൾ ലഹരിക്കായി വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തൽ. ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ്, പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിയ സംയുക്ത യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയായത്. പരിശോധനകളിൽ ഇത്തരം ഗുളികകൾ കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ലഹരി മരുന്നുകളുടെ പട്ടികയിൽ ക്യാൻസർ മരുന്നുകൾ ഉൾപ്പെടുത്താനും യോഗത്തിൽ ആലോചന നടന്നു. വേദന സംഹാരികൾ ലഹരി മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിലവിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാനും യോഗം തീരുമാനിച്ചു. ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്നും 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ പിടിയിലായ IOC DGM അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾ മുമ്പും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന പരാതിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അന്വേഷണം തുടങ്ങി. വൈദ്യപരിശോധനയ്ക്കിടെ ECG വ്യതിയാനം കണ്ടതിനെ തുടർന്ന് അലക്സ് മാത്യുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി കടയ്ക്കലിലെ ഗ്യാസ് ഏജൻസി ഉടമ മനോജിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അലക്സ് മാത്യു പിടിയിലായത്. മനോജിന്റെ കവടിയാറിലെ വീട്ടിൽ നിന്നും അതിവിദഗ്ധമായാണ് വിജിലൻസ് സംഘം അലക്സിനെ കുടുക്കിയത്. ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാതിരിക്കാൻ 10 ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്നായിരുന്നു ആവശ്യം. അഡ്വാൻസായി 2 ലക്ഷം രൂപ വാങ്ങാനാണ് അലക്സ് കവടിയാറിലെത്തിയത്. പിടിയിലാകുമ്പോൾ കൈക്കൂലിപ്പണം 2 ലക്ഷത്തിന് പുറമെ 1 ലക്ഷം രൂപ കൂടി അലക്സിൽ നിന്നും കണ്ടെത്തി. ബാങ്കിൽ നിന്നെടുത്ത പണമാണിതെന്നാണ് അലക്സിന്റെ മൊഴി. എന്നാൽ അതിന്റെ രേഖകൾ അലക്സ് നൽകിയിട്ടില്ല. ഇയാളുടെ കൊച്ചിയിലെ വീട്ടിലും വിജിലൻസ് സംഘം പുലർച്ചെ വരെ പരിശോധന നടത്തി. റെയ്ഡിൽ വീട്ടിൽ നിന്നും 7 ലിറ്റർ വിദേശ മദ്യവും 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും പണവും കണ്ടെത്തി. ഇയാൾ മുമ്പും ഗ്യാസ് ഏജൻസി ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന പരാതിയിൽ വിശദ അന്വേഷണത്തിനൊരുങ്ങുകയാണ് വിജിലൻസും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും. അലക്സിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അലക്സ് മാത്യുവിന് ECG-യിൽ വ്യതിയാനം കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡിസ്ചാർജ് ചെയ്താൽ ഇന്നു തന്നെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. 24 തിരുവനന്തപുരം. തൃക്കാക്കര നഗരസഭയിൽ കൈക്കൂലി വാങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർ പണം ഗൂഗിൾ പേയിലൂടെ തിരികെ നൽകി. നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയിയാണ് കൈക്കൂലി പണം തിരികെ നൽകിയത്. കൈക്കൂലി വാങ്ങിയ കാര്യം നിതീഷ് സമ്മതിക്കുന്ന വീഡിയോ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. തൃക്കാക്കര സ്വദേശിയോടാണ് ലൈസൻസ് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയ് കൈക്കൂലിയായി 8000 രൂപ വാങ്ങിയത്. വിവരം പുറത്തറിഞ്ഞതോടെ ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയുടെയും കൌൺസിലർമാരുടെയും മുന്നിൽ വെച്ച് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇയാൾ ഗൂഗിൾ പേ വഴി പരാതിക്കാരന്റെ അക്കൌണ്ടിലേക്ക് പണം തിരികെ നൽകിയത്. വാർത്ത വന്നതിന് പിന്നാലെ നിതീഷ് റോയ് ഓഫീസിൽ നിന്നും അവധിയെടുത്ത് മുങ്ങുകയും ചെയ്തു. കൈക്കൂലി കേസിൽ നിതീഷ് റോയ്ക്കെതിരെ അച്ചടക്ക നടപടി വൈകുന്നതിനിടെയാണ് വാങ്ങിയ പണം തിരികെ കൊടുത്ത് കേസിൽ നിന്നും തലയുയരാൻ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നത്. ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി വൈകുന്നതിനെതിരെ
കോടതിയെ സമീപിക്കാനാണ് അഴിമതി വിരുദ്ധ പ്രവർത്തകരുടെ തീരുമാനം. കൈക്കൂലി വാങ്ങിയ പണം തിരികെ നൽകിയെങ്കിലും കൈക്കൂലി കേസ് ഇല്ലാതാകുന്നില്ല. തൃക്കാക്കര നഗരസഭയിലെ കൈക്കൂലിക്കാരനായ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയ്ക്കെതിരെ വകുപ്പുതല നടപടികളെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരുടെ മടങ്ങിവരവിന് കളമൊരുങ്ങി. 4-അംഗ സംഘം ക്രൂട്ടൺ പേടകത്തിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലെത്തി. ബുധനാഴ്ച മറ്റൊരു പേടകത്തിലാണ് ഭൂമിയിലേക്കുള്ള മടക്കം. Onishi, the first Crew 10 astronaut through the hatch, followed by Peskov. Nicole Ayers, the first of the Fly's newest class of astronauts to enter. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 9:34 നാസയുടെ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. വായുമർദ്ദമടക്കമുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം രാവിലെ 11:15 4-അംഗ സംഘം പേടകത്തിൽ നിന്നും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു. നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കമുള്ള 7-അംഗ സംഘത്തിനൊപ്പം ക്രൂ 10-ലെ 4-അംഗ സംഘം ചേർന്നു. ഊഷ്മളമായ സ്വീകരണമാണ് 4-അംഗ സംഘത്തിന് ബഹിരാകാശ നിലയത്തിൽ നൽകിയത്. Nicole Ayers, the first of the Fly's newest class of astronauts to enter and last commander of Crew 10. ഈ മാസം 19-ന് മറ്റൊരു ഡ്രാഗൺ പേടകത്തിലാണ് ക്രൂ 9 ദൌത്യത്തിലെ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കം 4-അംഗ സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി സ്പേസ് സ്റ്റേഷന്റെ കമാൻഡർ സ്ഥാനം അലക്സി ഓവ്ചിനിന് കഴിഞ്ഞയാഴ്ച സുനിത കൈമാറിയിരുന്നു. ക്രൂ കൈമാറ്റ കാലയളവായ 3 ദിവസങ്ങളിൽ ബഹിരാകാശ നിലയത്തിൽ 11 സഞ്ചാരികളുണ്ടാകും. ഫ്ലോറിഡയിൽ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്ന സമയത്തെ കാലാവസ്ഥ പരിഗണിച്ച ശേഷം മാത്രമേ മടക്കയാത്രയുടെ കൃത്യമായ സമയം നിശ്ചയിക്കുകയുള്ളൂ. 8 ദിവസത്തെ ദൌത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. റിസർച്ച് ഡെസ്ക്, 24. രാജ്യത്ത് 88 കോടി രൂപയുടെ വൻ ലഹരിവേട്ട. ഇംഫാൽ, ഗുവാഹത്തി സോണുകളിൽ നിന്നാണ് ലഹരി മരുന്നുകൾ പിടികൂടിയത്. ലഹരിക്കടത്തുകാരോട് ദയ കാണിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വിവരങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, കോടികളുടെ ലഹരിവേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കണക്കാണത്. ഏതൊക്കെ ലഹരി മരുന്നുകൾ, എന്താണ് ഈ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? വിനീത. ടിക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ രാജ്യത്ത് അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ ലഹരി വേട്ട തന്നെയാണിത്. ഇംഫാൽ, ഗുവാഹത്തി അതിർത്തികളിൽ നിന്നാണ്, മേഖലകളിൽ നിന്നാണ് ഈ ലഹരി മരുന്നുകൾ പിടികൂടിയിരിക്കുന്നത്. മെത്താഫെറ്റാമിൻ എന്ന് പറയുന്ന ലഹരി ഗുളികകളാണ് പിടികൂടിയിരിക്കുന്നത്. ഇത് വിപണിയിൽ ഏതാണ്ട് 88 കോടി രൂപ മൂല്യമുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ നർക്കോട്ടിക് സംഘങ്ങളെ, ഈ ലഹരി പിടികൂടിയ നർക്കോട്ടിക് സംഘങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ലഹരിമുക്ത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് ഇത്തരം ഈ അന്വേഷണ സംഘങ്ങളുടെ ഇത്തരം നടപടികൾ കൂടുതൽ ഊർജം നൽകുന്നതാണെന്നും അമിത്ഷാ പ്രതികരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരം ഈ ലഹരി കടത്തുകാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. അടുത്തിടെ പിടികൂടിയതിൽ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് ഇന്ന് രാജ്യത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 ഈ സംഘത്തിലുള്ള 4 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. സമാന രീതിയിൽ ഈ സംഘങ്ങൾ ഇതിനു മുൻപും ഇത്തരത്തിലേക്ക് ലഹരി മരുന്നുകൾ കടത്തിയിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുമുണ്ട്. ഇതിപ്പോൾ 88 കോടി രൂപ മൂല്യമുള്ള ലഹരി മരുന്നുകളാണ്, മെത്താഫെറ്റിൻ ഗുളികകളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ടിക്കെ. ശരി, വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇംഫാൽ, ഗുവാഹത്തി സോണുകളിൽ നിന്നാണ് ഈ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത്. 88 കോടിയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 4 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വിനീത അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ പ്രതികളുടെ അതിക്രമം. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് പുറകിൽ നിന്ന് പിടിച്ചുപറി കേസിൽ അറസ്റ്റിലായ പ്രതികളാണ് പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാട്ടിയത്. മലപ്പുറം താനൂർ സ്വദേശി റഫീഖ്, വയനാട് കാക്കവയൽ സ്വദേശി റിബ്നാഷ് എന്നിവരാണ് പിടിയിലായത്. ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ റോഡിൽ നിന്ന് 3 സുഹൃത്തുക്കളെ ആക്രമിച്ച് പണം കവർന്ന കേസിലാണ് ഇരുവരും പിടിയിലായത്. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച പ്രതികൾ കൈയിന്റെ ഞരമ്പ് മുറിക്കാനും പോലീസുകാരെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. ഇരുവരും ലഹരിക്കടിമയാണ് എന്നാണ് പോലീസ് പറയുന്നത്. 2 പേരും ഇതര ജില്ലക്കാരാണെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോട് പാളയം കേന്ദ്രീകരിച്ച് താമസിച്ചു വരികയാണ്. ഇരുവരും നേരത്തെയും നിരവധി കേസുകളിൽ പിടിയിലായിട്ടുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. കടുവയെ വനംവകുപ്പ് സംഘത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്നിഫർ ഡോഗിനെ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 8 മണി വരെ കടുവ എവിടെയെന്ന് വനംവകുപ്പ് കൃത്യമായി കണ്ടെത്തിയിരുന്നു. എന്നാൽ കടുവ രാത്രിയിൽ ഈ സ്ഥലത്ത് നിന്ന് നീങ്ങി. രാവിലെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
തുടർന്നാണ് സ്നിഫർ ഡോഗിനെ തേക്കടിയിൽ നിന്നെത്തിച്ച് തെരച്ചിൽ തുടങ്ങിയത്. 2 വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടുന്ന 50 പേരുടെ സംഘമാണ് ദൗത്യത്തിന്. കടുവയെ ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ കാര്യക്ഷമമായ പരിശോധന തന്നെ കണ്ടെത്തുകയും കടുവ അവശനിലയിലാണ് എന്ന നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിച്ചേരുകയും ചെയ്തു. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായി മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 4 ലോട്ടറി കച്ചവടമാണ്. എനിക്ക് എൻ്റെ ഉപജീവനം ഇതാണ്. രാവിലെ 5 മണിക്ക് ഞാൻ ഇറങ്ങുന്ന സമയമാണ്. അപ്പം വരാൻ നേരത്തെ ഈ കടുവ ഇടയ്ക്ക് കിടന്ന് ഏതെങ്കിലും ആക്രമിച്ചാൽ എന്നാ ചെയ്യും? കടുവ കാട് കയറാനുള്ള സാധ്യത വനംവകുപ്പ് തള്ളുന്നില്ല. എന്നാൽ ഇക്കാര്യം ഉറപ്പുവരുത്തുന്നവരെ നിരീക്ഷണം ശക്തമായി തുടരുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അന്തരിച്ച CPI നേതാവ് P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾ അന്വേഷിക്കാൻ കമ്മീഷൻ. CPI സംസ്ഥാന കൗൺസിൽ അംഗം PK രാഗേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് പറഞ്ഞാണ് P. രാജുവിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുന്നതിനെ കുടുംബം എതിർത്തത്. CPI ജില്ലാ സെക്രട്ടറിയും സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. P. രാജുവിനെതിരെയുള്ള നടപടി കൺട്രോൾ കമ്മീഷൻ ലഘൂകരിച്ചിട്ടും ജില്ലാ കമ്മിറ്റി അതിന് തയ്യാറാകാത്തതായിരുന്നു കുടുംബത്തിന്റെ അതൃപ്തിക്ക് കാരണം. മുതിർന്ന CPI നേതാവ് K. ഇസ്മായിലും കുടുംബത്തെ പിന്തുണച്ചിരുന്നു. ആരോപണങ്ങൾ ജില്ലാ നേതൃത്വം നിഷേധിച്ചെങ്കിലും പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. ഈ പശ്ചാത്തലത്തിലാണ് PK രാഗേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. P. രാജുവിനെതിരെയുള്ള നടപടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കിയെന്ന് തെറ്റായ പ്രചരണം നടത്തിയവരും അന്വേഷണ പരിധിയിൽ വരും. അന്വേഷണ കമ്മീഷന്റെ വിശദാംശങ്ങൾ അന്വേഷണ കമ്മീഷനെ നിയമിച്ച വിവരം അടുത്ത ദിവസം സംസ്ഥാന കൗൺസിലിനെ അറിയിക്കുമെന്ന് CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. KPCC സെമിനാറിൽ പങ്കെടുത്ത G. സുധാകരനെ പിന്തുണച്ച ആലപ്പുഴയിലെ CPIM നേതാക്കൾ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നവർ പാർട്ടിക്കാരല്ല എന്നും ചെങ്കൊടിയെടുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റ് അല്ല എന്നും CPIM നേതാവ് AM ആരിഫ് പറഞ്ഞു. G. സുധാകരനെതിരായ സൈബർ സഖാക്കളുടെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും CPIM നേതൃത്വം ഇത് നിയന്ത്രിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC സെമിനാറിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് പോരാളി ഷാജി അടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ G. സുധാകരനെതിരെ രൂക്ഷ വിമർശനങ്ങൾ തുടങ്ങിയത്. പിന്നാലെ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അമ്പലപ്പുഴ MLAയുമായ H. സലാം ഇതിനെതിരെ രംഗത്തെത്തി. സൈബർ ആക്രമണം ആര് നടത്തിയാലും തെറ്റാണെന്നും CPIMന്റെ സൈബർ ഇടങ്ങളിലെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി ആരും പ്രവർത്തിക്കാൻ പാടില്ലെന്നുമായിരുന്നു H. സലാമിന്റെ പ്രതികരണം. പിന്നാലെ G. സുധാകരനെ പിന്തുണച്ച് മുൻ MP AM ആരിഫും എത്തി. KPCC പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം പാർട്ടിയിലോട് നീരസത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് കോൺഗ്രസുകാർ അദ്ദേഹത്തെ എന്തെങ്കിലും പാർട്ടിക്കെതിരായി പറയിപ്പിക്കാമെന്ന് കരുതിയൊക്കെ ആയിരിക്കും വിളിച്ചത്. KPCC പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുത്തത് തങ്ങൾ ക്ഷണിച്ചതുകൊണ്ടാണെന്നും അതിന്റെ പേരിൽ നടത്തുന്ന സൈബർ ആക്രമണം CPIM നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനെ ഇത്തരം വളരെ മോശമായി പാർട്ടി സഖാക്കൾ തന്നെ അദ്ദേഹത്തെ സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് അപലപനീയമാണ്. അത് അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വം മുൻകൈയെടുക്കുകയാണ് വേണ്ടത്. G. സുധാകരനെതിരായ സൈബർ ആക്രമണത്തിൽ DYFI CPIM ഭാരവാഹികളുണ്ടെന്നും ആക്ഷേപമുണ്ട്. G. സുധാകരനെതിരായ സൈബർ ആക്രമണങ്ങളിൽ ജില്ലാ സെക്രട്ടറി R. നാസർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 ആലപ്പുഴ. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിവരം. വീട്ടമ്മയ്ക്ക് ചികിത്സ നിഷേധിച്ച വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മക്കും മകൾക്കും ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് നൽകി. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് DMO റിപ്പോർട്ട് കൈമാറിയത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും RMOയും ഡോക്ടറും നൽകിയ വിശദീകരണവും CCTVയും പരിശോധിച്ചതിൽ നിന്നും ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയുള്ളതായാണ് വിവരം. വാഹനാപകടത്തിൽ സാരമായി പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ ചെണ്ടപ്പുറായ സ്വദേശിനി ഉഷയ്ക്ക് ചികിത്സ നിഷേധിച്ച വാർത്ത ആശുപത്രിയിലെ CCTV ദൃശ്യം സഹിതം 24 പുറത്തുവിട്ടിരുന്നു.
പിന്നാലെ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിനും നടപടി സ്വീകരിക്കുന്നതിനും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഡോക്ടർക്കെതിരെ ഗുരുതര കണ്ടെത്തലുള്ളത്. 24 തിരൂർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിൽ സുരക്ഷാ വീഴ്ച വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ലാബിലെത്തിക്കുന്ന സാമ്പിൾ സൂക്ഷിക്കുന്നത് അലക്ഷ്യമായാണെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ആക്രിക്കാരൻ സാമ്പിളുകൾ മോഷ്ടിച്ചിട്ടും ലാബിൽ സുരക്ഷയൊരുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. തുറസായ ഈ പടിക്കെട്ടിൽ ജീവനക്കാരൻ അലക്ഷ്യമായി കൊണ്ടുവച്ച സാമ്പിളുകളാണ് കഴിഞ്ഞ ദിവസം ആക്രിക്കാരൻ കൈക്കലാക്കിയത്. പരിശോധനയ്ക്കായി ലാബിലെത്തിച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ മോഷ്ടിച്ചിട്ടും സാമ്പിളുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ലാബ് അധികൃതർ കാട്ടുന്നത് കടുത്ത അലംഭാവം. അത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സാമ്പിൾ സൂക്ഷിക്കുന്ന മുറിയുടെ ജനാലകൾ തുറന്നു കിടക്കുന്നു. ജനാലക്കിടയിലേക്ക് കൈനീട്ടിയാൽ തന്നെ ആർക്കും അനായാസം ഇവയൊക്കെ കൈക്കലാക്കാം. പേരും ലേബലുമൊക്കെ ഇളക്കി മാറ്റാനും മാറ്റിയൊട്ടിക്കാനുമെല്ലാം യഥേഷ്ടം സാധിക്കും. ലാബിൻ്റെ മിക്ക ജനാലകളും ഇങ്ങനെ തുറന്നു തന്നെ. ഒരു കല്ലോ കമ്പോ എടുത്തെറിഞ്ഞാൽ പ്രധാന വാതിലിൻ്റെ ചില്ലു തകർത്ത് അകത്തു കടക്കാം. എന്ത് സംഭവിച്ചാലും ചോദിക്കാൻ സുരക്ഷാ ജീവനക്കാരും തന്നെ ഈ പരിസരത്ത് പോലുമില്ല. പരിസരമാകെ മാലിന്യം, ചിതറിക്കിടക്കുന്ന മദ്യക്കുപ്പികൾ. പതോളജി ലാബിലെത്തിക്കുന്ന സാമ്പിൾ തുറസായ ഈ പടിക്കെട്ടിലും ഇവിടെ ലാബിനുള്ളിലും സൂക്ഷിക്കുന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന ചുരുക്കം. ഏറെ സുരക്ഷയും ശ്രദ്ധയും ആവശ്യമായ പതോളജി ലാബിൻ്റെ അവസ്ഥ ഇതാണ്. ഈ കൈയൊന്നു നീട്ടിയാൽ ഈ സാമ്പിളുകൾ ആർക്കും എടുക്കാം. ഒരാക്രിക്കാരൻ പാഴ്വസ്തു എന്ന് കരുതി ഇവയൊക്കെ എടുത്തുകൊണ്ടു പോയതിൽ ഒരത്ഭുതവുമില്ലെന്ന് ചുരുക്കം. മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ വയനാട് ചൂരൽമലയിലെ കടയുടമ ജപ്തി ഭീഷണിയിൽ. മേപ്പാട് സ്വദേശി മുഹമ്മദ് അലിയുടെ വീടിനാണ് ജപ്തി ഭീഷണി. നാളെ നോട്ടീസ് പതിപ്പിക്കുമെന്ന് ബാങ്ക് ഓഫ് ബറോഡ അധികൃതർ അറിയിച്ചതായി മുഹമ്മദ് അലി പറയുന്നു. മുഹമ്മദ് അലിയുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകൾക്കുമാണ് ഈ ഷട്ടർ ഇട്ടിരിക്കുന്നത്. വരുമാനം പൂർണ്ണമായും നിലച്ചു നിൽക്കുന്ന സമയത്ത് വീടിനിതാ ജപ്തി ഭീഷണി. കെട്ടിടത്തിനും 2 കടകളുടെ നടത്തിപ്പിനുമായാണ് വീടിന്റെ പേരിൽ അലി ലോൺ എടുത്തത്. 8.5 ലക്ഷം രൂപ കൂടിയാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോഴേക്കും ദുരന്തം എല്ലാം കവർന്നു. പൂർണ്ണമായും വരുമാനം നിലച്ചു. കെട്ടിടം നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ റെഡ് സോണിലാണ്. നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ പോലും സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല. വേദനയോടെ മുഹമ്മദ് അലി 24-നോട് പറഞ്ഞു. ഈ ബിൽഡിംഗ് ആയിരുന്നു എൻ്റെ വരുമാന മാർഗം. ഈ വരുമാന മാർഗം കൊണ്ടാണ് ഞാൻ ഗ്യാസ് കുറി, ഈ ലോഡുകൾ ഇതെല്ലാം അടച്ചിരുന്നത്. എൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസം ഇതെല്ലാം. ഇപ്പോൾ ആ വരുമാന മാർഗം 2024 ജൂലൈ 30 ഉരുൾപൊട്ടൽ നിരച്ചു. അപ്പോൾ എനിക്ക് വേറൊരു മാർഗമല്ല. കാരണം സർക്കാർ എന്തെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ലോണൊക്കെ അടച്ചു തീർത്ത് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പച്ചപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ നിരവധി കടയുടമകളാണ് ലോണുകൾ എങ്ങനെ തിരിച്ചടയ്ക്കണമെന്നറിയാതെ ഉറക്കമില്ലാതെ കഴിയുന്നത്. നമുക്ക് ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ 2 മണി ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം അഡ്വാൻസ് കൊടുക്കുന്നവർ തിരിച്ചു വയ്ക്കുന്ന അടുത്ത മാസം പൈസ വേണം. ഞങ്ങൾ എവിടെ നിന്നും കൊടുക്കണ്ടേ? എനിക്കുണ്ട് മക്കൾ, പറക്കമുറ്റാത്ത മക്കൾ എനിക്കുണ്ട്. എവിടെ എത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് കിട്ടിയിട്ടായിരുന്നു ഞങ്ങളെ ജീവിതം മുഴുവൻ പോയത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ ലോൺ എവിടെ നിന്ന് തിരിച്ചടയ്ക്കും? സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. വീട് മറ്റു സ്ഥലത്താണെങ്കിലും ചൂരൽമലയിൽ ഉണ്ടായിരുന്ന വരുമാനം പൂർണ്ണമായും അടഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടവും. മനു ദാമോദരനൊപ്പം വയനാട്ടിൽ നിന്ന് വിപിൻ സി വിജയൻ, 24. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച പട്ടികയ്ക്കെതിരെ ദുരന്ത ബാധിതർ രംഗത്ത്. പട്ടികയിൽ നിന്നും അർഹതപ്പെട്ടവരെ അവഗണിച്ചു എന്നാണ് പരാതി. പൂർണ്ണമായും വീട് തകർന്നവരുടെ പേരുകൾ പട്ടികയിലില്ല എന്ന് ദുരന്ത ബാധിതർ പറയുന്നു. വയനാടിനെ പോലെ വിലങ്ങാടിനെയും ചേർത്ത് പിടിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ അതിജീവിക്കുന്ന വിലങ്ങാടൻ ജനതയെ അവഗണിക്കുന്നു എന്നാണ് ദുരിതബാധിതരുടെ പരാതി. ഉരുൾപൊട്ടി അതിനുശേഷം തന്നെ വാടക വീടും ബന്ധു വീടുകളിലൊക്കെ ആയി മാറിയാണ് താമസിച്ചു പോന്നിരുന്നത്. ഇനിയിപ്പം 1-2 മാസം കൊണ്ട് പുതിയൊരു മഴക്കാലം ആരംഭിക്കുകയാണ്. എന്തെന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണുള്ളത്. വിലങ്ങാട് പന്നിയേരി ഉന്നതിയിലെ രജീഷിന്റെ വാക്കുകളാണിത്.
വീട് പൂർണ്ണമായി തകർന്ന ഇത്തരത്തിൽ നിരവധി പേരാണ് ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നത്. ആദ്യം 36 കുടുംബങ്ങളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പരാതികൾ ലഭിച്ചതോടെ 15 പേരെ ഒഴിവാക്കി. ആദ്യത്തെ ലിസ്റ്റിൽ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് അതിൽ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അതായത് അവകാശപ്പെടാത്ത ആൾക്കാരുള്ളതുകൊണ്ട് ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ ലിസ്റ്റ് രണ്ടാമത് വന്നതിൽ 21 വീട്ടുകാരിൽ നമ്മളെ പേരില്ല, നാട്ടിലുള്ള ആരുടെ പേരും ഇല്ല. എൻ്റെ വീട് പൂർണ്ണമായിട്ടും നശിച്ചു പോയതാണ്. ഞാനും അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള 2 വീട്ടുകാർ, ഞങ്ങൾ 3 വീട്ടുകാർ വീട് പോയതിൽ ആ 3 ആൾക്കാരും എവിടെയും ലിസ്റ്റിൽ വന്ന് കാണുന്നില്ല. എന്താ സംഭവിച്ചെന്നറിയത്തില്ല. കുറ്റല്ലൂർ, മാടഞ്ചേരി, പന്നിയേരി ആദിവാസി ഉന്നതികളിലെ ദുരിതബാധിതരെ പൂർണ്ണമായും അവഗണിച്ചു. കോഴിക്കോട് NIT നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടത്. ദുരിതബാധിതരുടെ പരാതി പരിഹരിക്കാൻ റവന്യൂ വകുപ്പ് ശ്രമം ആരംഭിച്ചു എന്നാണ് വിവരം. 24 കോഴിക്കോട്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ കടുത്ത എതിർപ്പുമായി ഇടത് പാർട്ടികൾ. സ്റ്റാർലിങ്ക് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. ഡാറ്റാ സുരക്ഷയെക്കുറിച്ച് നിലവിൽ തന്നെ ആശങ്കയുണ്ടെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും CPI രാജ്യസഭാംഗം P. സന്തോഷ് കുമാർ 24നോട് പറഞ്ഞു. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത് 2 തരത്തിലുള്ള അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനെറ്റ് സേവന മേഖലയിൽ കുത്തകവൽക്കരണത്തിന് ഇടയാകും എന്നതാണ് ഒന്ന്. സുപ്രധാന മാപ്പിംഗ് വിവരങ്ങൾ ഉൾപ്പെടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സ്റ്റാർലിങ്കിന് ലഭിക്കും എന്നതിനാൽ രാജ്യസുരക്ഷ തന്നെ ഭീഷണിയിലാകുമെന്നും പ്രകാശ് കാരാട്ട്. Through the satellite link of Starlink, they can access all the mapping and resources of our country. Normally, such satellite links should be given only to the Indian agencies, Indian security and other official agencies. യുക്രൈനിൽ സ്റ്റാർലിങ്ക് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും കാരാട്ട ചൂണ്ടിക്കാണിക്കുന്നു. ഡാറ്റാ സുരക്ഷയെ സംബന്ധിച്ച നിലവിൽ തന്നെ ആശങ്കകൾ നിലനിൽക്കെ സ്റ്റാർലിങ്ക് ആഭ്യന്തര സുരക്ഷയെയും ജനങ്ങളുടെ താൽപര്യങ്ങളെയും ബാധിക്കുമെന്ന് CPI രാജ്യസഭാംഗം P. സന്തോഷ് കുമാർ. രഹസ്യ വിവരങ്ങൾ രഹസ്യം എന്ന് പറഞ്ഞ ഒന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചോർത്തുക എന്ന് പറയുന്നത് അനായാസമായൊരു പ്രക്രിയയായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇവരുടെ ഒരു കൺട്രോളിംഗ് സെന്ററും കൂടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ വലിയ രീതിയിൽ അത് ആഭ്യന്തര സുരക്ഷയും രാജ്യത്തിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങളെയും ബാധിക്കും. മണ്ഡല പുനർനിർണയം, ത്രിഭാഷാ വിഷയം, വ്യാജ തിരിച്ചറിയൽ കാർഡ് എന്നിവയ്ക്കൊപ്പം നാളെ സ്റ്റാർലിങ്ക് വിഷയവും പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനാണ് ഇടതു പാർട്ടികളുടെ തീരുമാനം. 24 ഡൽഹി. ചാലക്കുടിയിലെ വ്യാജ ലഹരി മരുന്ന് കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ സ്വാഗതം ചെയ്ത പരാതിക്കാരി ഷീല സണ്ണി തന്റെയും ഭർത്താവിന്റെയും മൊഴി രേഖപ്പെടുത്തി. പ്രതി നാരായണദാസിനെ അധികം വൈകാതെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഷീല സണ്ണി പറഞ്ഞു. ഇപ്പോൾ അവർ സംസാരിച്ചതിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും നീതി കിട്ടുമെന്ന് വിശ്വസിക്കണം. ഞാൻ ആദ്യം തൊട്ട് എനിക്കുണ്ടായ ഇതെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് അവരിൻ്റെതാണ്. എനിക്കുണ്ടായ എല്ലാ ദിവസം തുടങ്ങി ഇന്ന വരെയുള്ള എല്ലാതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പോൾ എന്നെയും ഹസ്ബൻഡിനെയും അത് ഞാൻ പറയുന്നത് ഇപ്പോൾ അവർ കണ്ടുപിടിക്കട്ടെ. ഇപ്പോൾ എന്തായാലും പുതിയ അന്വേഷണ സംഘം ഇത് വന്നിട്ടുണ്ടല്ലോ, അവരിപ്പോൾ എല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സെസ് ഏർപ്പെടുത്താൻ ആലോചന. മാസം ₹1 സെസ് ഏർപ്പെടുത്താനാണ് ഉദ്യോഗസ്ഥതല സമിതിയുടെ ശുപാർശ. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണ് സെസ്. ഒരു വർഷം 3 കോടിയിലധികം രൂപ കണ്ടെത്താനാകുമെന്നാണ് കണക്കുകൂട്ടൽ. റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് ഇപ്പോൾ 1,90,00,000 രൂപയുടെ കുടിശ്ശികയുണ്ട്. ഇതുകൂടാതെ ഈ വർഷത്തേക്കുള്ള പണം കൂടി കണ്ടെത്താനാണ് സെസ് ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത്. മുൻഗണനേതര വിഭാഗങ്ങളായ വെള്ള, നീല കാർഡ് ഉടമകൾക്കാണ് സെസ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത്. ഉദ്യോഗസ്ഥതല സമിതിയുടേതാണ് ശുപാർശ. ഒരു മാസം ₹1 വീതം സെസ് ഏർപ്പെടുത്താനാണ് ശുപാർശയിലുള്ളത്. ശുപാർശയിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ഉദ്യോഗസ്ഥ സമിതി ശുപാർശ മാത്രമാണ്. ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഭക്ഷ്യവകുപ്പ് തീരുമാനമെടുക്കൂ. തുടർന്ന് മന്ത്രിസഭയുടെ അംഗീകാരം നേടണം. എന്നാൽ മാത്രമേ സെസ് ഏർപ്പെടുത്താൻ കഴിയൂ. നീല, വെള്ള കാർഡ് ഉടമകൾക്ക് അരിവില ഉയർത്താനും ശുപാർശ ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം.